കാശിഭദ്ര ഭാഗം 17. രചന ജിഫ്നി. അവതരണം അപര. മോളെ, അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോ അച്ഛാ. റാമിനെക്കുറിച്ച് എന്താ മോളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. അല്ലാതെ ആർക്കെങ്കിലും റാമിനെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാകുമോ? ഉണ്ടാകില്ലെന്നറിയാം. അതുകൊണ്ടാണ് അച്ഛനൊരു കാര്യം തീരുമാനിച്ചത്. റാം അതിനെ സമ്മതിക്കുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നു. എന്ത് കാര്യം? അവനെ എൻ്റെ മരുമകനാക്കാൻ വേണ്ടി. അച്ഛനത് പറഞ്ഞപ്പോൾ നാണം കൊണ്ട് ലച്ചുവിൻ്റെ മുഖം ചുവന്നു തുടുത്തു. എൻ്റെ കീർത്തിക്ക് ഇതിലും നല്ല ചെക്കനെ എവിടെ പോയി തപ്പാനാ? അവളൊരു പാവ. അവൾക്ക് വേണ്ടി ദൈവം കണ്ടറിഞ്ഞു പറഞ്ഞു വിട്ടതാ ഇവനെ നമ്മുടെ അരികിലേക്ക്. എനിക്ക് നല്ല മകനും നിനക്ക് നല്ല ഏട്ടനും ആകും അവൻ. അച്ഛൻ്റെ അടുത്ത വാക്ക് ഒരിടുത്തിയായി അവളുടെ മനസ്സിൽ കൊണ്ടു. സാർ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ജോലിക്കാരി വന്നു പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ സംസാരം നിർത്തി എണീറ്റു. വാ മോളെ, എന്തെങ്കിലും കഴിക്കാം. അച്ഛൻ നടക്ക്, ഞാൻ വരാം. ശബ്ദത്തിലെ ഇടർച്ചയെ അവൾ മറച്ചു പിടിക്കാൻ പാടുപെട്ടു. അച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും പിടിച്ചു വെച്ച് അവളുടെ കണ്ണുനീർ പുറത്തേക്ക് വന്നു. ഈശ്വര, എന്താ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഇതുവരെ ചെയ്ത തെറ്റിനാണോ? ഞാൻ മോഹിച്ച ചെക്കനെ എനിക്ക് തന്നെ തന്നൂടെ? അവിടെ എന്നെ തോൽപ്പിക്കുകയാണോ? അവളുടെ ഉള്ളം അത്രമേൽ അവനെ കൊതിച്ചു പോയിരുന്നു. തന്നെ മനസ്സിലാക്കാൻ റാമിനേക്കാൾ ആർക്കും കഴിയില്ല എന്നായിരുന്നു അവളുടെ വിശ്വാസം. മോളെ, താഴെ നിന്ന് വിളി വന്നതും അവൾ മുഖമൊന്ന് വാഷ് ചെയ്ത് താഴേക്കിറങ്ങി. ഞാൻ പറഞ്ഞ ചേച്ചി കല്യാണത്തിന് സമ്മതിക്കില്ലായിരിക്കുമല്ലേ? അവൾക്കെന്നോട് സ്നേഹമുണ്ട്. അവൾ റാമിന് എനിക്ക് തരും. എൻ്റെ മനസ്സ് വായിക്കാൻ എൻ്റെ ചേച്ചിക്ക് പറ്റും, അതുറപ്പാ. ഇതായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ മുഴുവൻ ലച്ചുവിൻ്റെ മനസ്സിൽ. അച്ഛൻ എന്തൊക്കെ സംസാരിച്ചെങ്കിലും അവളൊന്നും കേട്ടില്ല എന്നതാണ് സത്യം. നീ ഇതെങ്ങോട്ടാ എന്നെയും കൊണ്ട്? എനിക്കുള്ള ഗിഫ്റ്റ് എവിടെ? എന്നെ പറ്റിക്കാണോ നീ? കൈ പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്ന ഭദ്രയെ പിടിച്ചു നിർത്തി കാശി ചോദിച്ചു. ഞാൻ ആരെയും പറ്റിക്കൊന്നുമില്ല, വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അവനെ കൊണ്ടുപോയി ഗാർഡനിൽ നിർത്തി. അവിടെ അവളുടെ 3 വാലുകളും ഉണ്ടായിരുന്നു. അവൻ ചുറ്റും ഒന്ന് നോക്കി. സോറി പെങ്ങന്മാരെ, ഇത്രയും വൈകുമെന്ന് വിചാരിച്ചില്ല. ഇരുട്ടുന്നതിന് മുൻപ് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചതാ. ശിവയും കീർത്തിയും തസ്നിയും തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് കാശി അവർക്ക് മുന്നിൽ കൈകൂപ്പി നിന്നു. അത് പോട്ടെ, എന്നിട്ട് എന്തായി? ഈ സാധനത്തിനെ കൊണ്ടുപോയിട്ട് വല്ലതും നടന്നോ? പിന്നില്ലാതെ, ഇനി എന്താ നടക്കാനുള്ളത്? കാശി കോളർ പൊക്കി പറഞ്ഞു. എന്തു നടന്നെന്ന് 3 കൂടി അത്ഭുതത്തോടെ ചോദിച്ചു. അയ്യോ പെങ്ങന്മാരെ, തെറ്റിദ്ധരിക്കല്ലേ. ഇവളുടെ ഉള്ളിലെ പ്രണയം അവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു, അത്രമാത്രമേ നടന്നുള്ളൂ. എന്ത്? എങ്ങനെ? ഇവള് പ്രണയം പറഞ്ഞാ? കൊച്ചു കള്ള്. അപ്പം പ്രണയവും മൂടി വെച്ച് നടക്കായിരുന്നല്ലേ? അമ്പടി, നിനക്ക് ഞങ്ങളോടൊന്നും പറയാൻ വയ്യ അല്ലേ? പ്രണയനായകൻ വന്നപ്പോൾ നീ ഒക്കെ പറഞ്ഞല്ലോ. 3 കൂടി ഭദ്രയെ ചുറ്റി കളിയാക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ അവരുടെ കളിയാക്കലുകൾക്ക് മുന്നിൽ ചിരിച്ച് തല താഴ്ത്തി നാണത്താൽ നിന്നു. കണ്ടില്ലേ പെണ്ണിൻ്റെ നാണം? അല്ല, ഞങ്ങൾക്കുള്ള ട്രീറ്റ് എവിടെ? അതൊക്കെ തരാം. അല്ല, ഇപ്പോൾ എനിക്കെന്തോ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്നതല്ലേ, അതെവിടെ? കുറേ നേരമായിട്ടും ഭദ്രയെ കൂട്ടുകാർ വിടുന്നതുമില്ല, അവൾ തന്നെ നോക്കുന്നതുമില്ല എന്ന് മനസ്സിലായ കാശി അങ്ങോട്ട് ചോദിച്ചു. അത് ഞാൻ അങ്ങോട്ട് മറന്നു. നല്ല ആളാ. അപ്പം ഞാൻ പോയാൽ എന്നെ തന്നെ മറക്കുമോ? അത് നമുക്ക് ആലോചിക്കാം. ഇപ്പം കണ്ണടക്കി. ഓക്കെ മഹാറാണി എന്നും പറഞ്ഞ് കാശി കണ്ണും അടച്ച് കയ്യും കെട്ടി നിന്നു. ഭദ്ര കീർത്തിയെ പിടിച്ച് കാശിയുടെ മുന്നിൽ നിർത്തി. ഇനി കണ്ണ് തുറക്ക്, ഗിഫ്റ്റ് റെഡി. അവൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കി, പക്ഷെ ഒന്നും കണ്ടില്ല. ഡി, നീ ആളെ കളിപ്പിക്കുകയാണോ? അല്ല, ഇതാണ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. അവൾ കീർത്തിയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു. ഇത് നിന്റെ കൂട്ടുകാരിയല്ലേ? അതെ, ഇവളെൻ്റെ കൂട്ടുകാരിയാണ്. പനപ്പുരയ്ക്കൽ രാമേന്ദ്രൻ്റെയും രമാദേവിയുടെയും 2ാമത്തെ മകൾ കീർത്തിക, ഏട്ടൻ കാശിനാഥ്, അനിയത്തി ലക്ഷ്മിക. ഭദ്ര പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നിരുന്നു. മാഷേ, പെങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ആ കണ്ണ് പുറത്തു ചാടും. പിന്നെ ഞങ്ങളുടെ ഭദ്ര ഒരു അന്തനെ കെട്ടേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ശിവയും തസ്നിയും കളിയാക്കി. മോളെ, അവൻ്റെ ഉള്ളിലെ ഏട്ടൻ അവളെ പതിയെ തലോടി. ഏട്ടാ എന്നും വിളിച്ചൊരു തേങ്ങിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പാഞ്ഞു. പ്രിയ അനിയത്തിയെ അവൻ മാറോട് ചേർത്ത് പിടിച്ചു. വർഷങ്ങളായി നിലകൊള്ളുന്ന വിരഹത്തെ 2 പേരും ആ ചേർത്ത് പിടിക്കലിൽ അവസാനിപ്പിച്ചു. പിന്നെ ആ ഗാർഡനിലിരുന്ന് ഒത്തിരി നേരം ഏട്ടനും പെങ്ങളും സംസാരിച്ചു. അവൻ്റെ ഉള്ളിലെ വാത്സല്യം അവളെ പൊതിഞ്ഞു. കീർത്തി, നിങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞ് ഏട്ടനെ യാത്രയാക്കിയിട്ട് വന്നാൽ മതി. ഞങ്ങൾ റൂമിലുണ്ട്. അത് വേണ്ട, നീ മാറിത്തരുമൊന്നും വേണ്ട. നീ എൻ്റെ നാത്തൂനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കീർത്തി ഭദ്രയുടെ താടിയിനുള്ളി. അയ്യടാ,
നിങ്ങൾക്ക് രണ്ടാൾക്കും ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ മാറി തരുന്നതല്ല. നമ്മുടെ മാട്രൺ ആൻറ്റി ഇളകി നമ്മളെ തിരയുന്നതിന് മുന്നേ റൂമിൽ കയറാൻ വേണ്ടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രയും ശിവയും തസ്നിയും റൂമിലേക്ക് പോയി. അങ്ങനെ പറഞ്ഞെങ്കിലും ഏട്ടനും പെങ്ങളും മനസ്സറിഞ്ഞ് സംസാരിച്ചോട്ടെ എന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. കാശിയുടെ അടുത്ത് അവനോട് ചേർന്നിരുന്നു കൊണ്ട് കീർത്തി ഒത്തിരി സംസാരിച്ചു. എന്തോ അവൻ ഇന്നും അവൾ ആ 10 വയസ്സുകാരിയെ പോലെയാണ് ഫീൽ ചെയ്തത്. അവളുടെ കുഞ്ഞിലെ വാശിയും അതിൻ്റെ 4 ഇരട്ടിയുള്ള ആ സ്നേഹവും കൊഞ്ചലും ഇന്നലെ നടന്നതുപോലെ അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. അവൾ ഒത്തിരി കാര്യങ്ങൾ അവനോട് സംസാരിച്ചു. ഏട്ടനെ കിട്ടിയപ്പോൾ ഒരു കുഞ്ഞായതുപോലെ അവൾക്ക് തന്നെ തോന്നി. കുഞ്ഞിക്കുട്ടികൾ ആവേശത്തോടെ കഥ പറയുന്ന പോലെ അവൾ സംസാരിക്കാനും അവൻ കേട്ടിരിക്കാനും തുടങ്ങി. മോളെ, ഇനി ഏട്ടൻ പോട്ടെ, നേരെ ഒത്തിരി ആയില്ലേ. ആ, ഇനി ഇടയ്ക്കിടെ കാണാലോ. തീർച്ചയായും. എന്നെ കാണാനല്ലേലോ നാത്തോനെ കാണാൻ ഇടയ്ക്ക് വരില്ലേ? അത് വരാതിരിക്കില്ല എന്ന് നമുക്കറിഞ്ഞൂടെ. കീർത്തി കിട്ടിയ അവസരത്തിൽ അവനിട്ടൊന്ന് കളിയാക്കി. എൻ്റെ പെങ്ങളെയും പെണ്ണിനെയും കാണാൻ ഞാൻ വരും. ഇപ്പം പോകാട്ടോ, ബൈ എന്നും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു വാത്സല്യത്തിൻ്റെ ചുംബനവും നൽകി അവൻ തിരിഞ്ഞു നടന്നു. ഏട്ടാ, പിറകിൽ നിന്ന് കീർത്തി വിളിച്ചതും അവൻ അവിടെ നിന്നു. എന്തേ? ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട ഏട്ടൻ അത് ചെയ്യുമോ? ഈ അനിയത്തിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. മോള് പറ, എന്താ ഏട്ടൻ? അറിയട്ടെ. എന്താകും അവൾ പറയുക എന്നറിയാതെ കാശി അവളിൽ തന്നെ ചെവി കൂർപ്പിച്ചു നിന്നു. അത് ഏട്ടൻ എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ നാളെ തന്നെ നമ്മുടെ അമ്മയും പോയി കാണണം. അത് മോളെ. അവൻ പറയുന്നതിന് മുമ്പ് തന്നെ അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. പ്ലീസ് ഏട്ടാ, എതിര് പറയല്ലേ. എത്രയായാലും അത് നമുക്ക് ജന്മം നൽകിയ അമ്മയാണ്. അച്ഛനെയോ ലച്ചുവിനെയോ ഏട്ടന് തോന്നുമ്പോൾ പോയി കണ്ടാൽ മതി. ഞാനിപ്പോൾ ഒരിക്കലും നിർബന്ധിക്കില്ല. പക്ഷേ അമ്മ പിന്നേക്ക് മാറ്റി വെക്കല്ലേ ഏട്ടാ. അവസാനമായി ഏട്ടനൊരു നോക്ക് കാണാൻ ആ അമ്മ മനസ്സ് തിടുക്കും. പിന്നെ ഒരിക്കൽ ആഗ്രഹിച്ചാലും ഏട്ടൻ അമ്മയെ കാണാൻ പറ്റില്ലെന്ന് വരില്ല. അവൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു മകൾക്ക് അമ്മയോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കണ്ണുനീർ കവിളിനെ തൊട്ട് തലോടിയിരുന്നു. ആ കണ്ണുനീരിന് കൂട്ടെന്ന പോലെ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയെ തൊട്ട് തലോടി. അവളുടെ കവിളിലെ കണ്ണുനീരും മഴയും ഒന്നിച്ചുറ്റി വീണു ഭൂമിയിൽ. അതിലൊരു തുള്ളി ഉറ്റിയത് കാശിയുടെ കാലിലായിരുന്നു. എന്തോ അനുഭവപ്പെട്ടതും അവൻ കാലുകൾ നീക്കി കൈകൾ ഉയർത്തി ആ കണ്ണീരിനെ തുടച്ചു കൊടുത്തു. ഏട്ടൻ എന്തോ ഒന്നും പറയാത്തേ, പ്ലീസ്.